ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പം എ ഐ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. എ ഐ വെച്ച് നിങ്ങൾ എന്തായാലും റെൻഡർ ചെയ്യുന്നുണ്ടാവും. എൻ്റെ പ്രീവിയസ് വീഡിയോ അതിനെ പറ്റിയായിരുന്നു, എങ്ങനെ നമുക്ക് എ ഐ വെച്ചിട്ട് എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ റെൻഡർ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടിരിക്കുന്നത് ആ റെൻഡർ ചെയ്തെടുത്തേക്കുന്ന ഫോട്ടോ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. ഈ എ ഐ റെൻഡറിങ്ങിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ലൈക്ക് നമ്മളിപ്പോൾ റെൻഡർ ചെയ്തെടുത്തൊരു ഫോട്ടോ ക്ലയൻറ്റിന് കൊടുത്തിട്ട് ക്ലയൻറ്റ് എന്തെങ്കിലും ചേഞ്ച് പറയുകയാണെങ്കിൽ ആ സെയിം ഔട്ടിൽ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. ലൈക്ക് ഇത് എ ഐയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് ഔട്ട് തരുന്നത്. അപ്പം അതിലേക്ക് ഒരു എഡിറ്റ് എന്ന് പറയുമ്പം അറിയാലോ, മേ ബി നിങ്ങളും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് JSON പ്രോംപ്റ്റ്. അപ്പം നമുക്ക് അതിനാദ്യം വേണ്ടത് ഒരു ഇമേജാണ്. സോ ഞാനിവിടെ ഇതെനിക്ക് ആക്ച്വലി ഓൺലൈനിൽ നിന്ന് കിട്ടിയ കേട്ടോ, പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഇമേജാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ പുതിയൊരു ഇമേജ് റെൻഡർ ചെയ്തെടുക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാനിപ്പോൾ പോകുന്നത് ജെമിനിയിലേക്ക് തന്നെയാണ്. എനിക്കിപ്പം ഈ ഒരു സ്റ്റൈലിലേക്ക് ചെയ്യണം. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത്, ഒന്നിക്കലും നമുക്ക് സിമ്പിളായിട്ട് റെൻഡർ ചെയ്തെടുത്ത ഇമേജ് എഡിറ്റ് ചെയ്യാം. അതല്ല, നമുക്കിപ്പോൾ കണ്ടൊരു സ്റ്റൈലിലേക്ക് ഒരു ഇമേജ്, ഞാനിപ്പോൾ കാണിച്ച ഫോട്ടോ ഉണ്ടല്ലോ, ലൈക്ക് ഇത് ഈ ഒരു സ്റ്റൈലിൽ അല്ലെ ഈ ഒരു തീമിൽ നിങ്ങൾക്ക് വേറൊരു ഇമേജ് റെൻഡർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സെയിം തന്നെ കിട്ടണമെന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് സിമിലർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗീവ് മെറ്റാ ഡാറ്റ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമുക്ക് ഒരു ആർക്കിടെക്ചർ പ്രൊഫൈൽ വരെ ജസ്റ്റ് അന്ന് കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട്, ഇതും എനിക്ക് ഓൺലൈനിൽ കിട്ടിയതാണ് കേട്ടോ. ലൈക്ക് ഞാൻ ചെയ്ത വർക്കല്ല, ഓൺലൈനിൽ കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇമേജ് നമ്മളെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. റെൻഡർ ദിസ് ഇമേജ് ടു, ദെൻ നമുക്കിപ്പോൾ കിട്ടിയ മെറ്റാ ഡാറ്റയിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത സാധനം. അപ്പം ഈ ഒരു പുതിയൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടും. പ്രോബബിലി നമുക്ക് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഔട്ട് കിട്ടാനാണ് സാധ്യത. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം ഇത് റെൻഡർ ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. സോ ഞാനിതൊരു സീരീസ് ആയിട്ട് മുമ്പോട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അപ്പം നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് റെൻഡറിങ്ങിനാണ്. നമുക്കിത് പ്ലാനിൽ യൂസ് ചെയ്യാം, എക്സൽ, ഇൻറ്റീരിയർ ഐഡിയാസ്, അങ്ങനെ ചെറിയ ചെറിയ എഡിറ്റും കാര്യങ്ങളും അതിന് യൂസ് ചെയ്യാം. കളേഴ്സ് മൊത്തം അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. സോ ഒരു സീരിയസ് ആയിട്ട് തന്നെ ഒരു മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇനി എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത്ര നാളും വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് ഇത് റെഡി ആയിട്ടുള്ളത്. സേവ് ചെയ്യാം. ഇത് ഞാനിപ്പം കൊടുത്ത ഇമേജിനനുസരിച്ചിട്ട് വന്ന കേട്ടോ. ലൈക്ക് ഒരു റോഡിന് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്, പോർച്ച് നേരെ ഇറങ്ങുന്ന രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം വന്നേക്കുന്ന ഇമേജ് ഇങ്ങനെയാണ്. വാട്ട് എവർ, അത് നിങ്ങൾ നോക്കണ്ട. അപ്പം ഞാൻ ജസ്റ്റ് റെൻഡർ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇതിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് വരുത്താൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പം ഇത് നമുക്ക് യൂസ് ആവുന്ന കേസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റെൻഡർ ചെയ്ത് വെച്ചൊരു ഇമേജ് ക്ലൈൻറ്റ് പറയുകയാണ്, ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജ് തന്നെ ചേഞ്ചസ് വേണം. ഈ ഒരു എക്സാമ്പിൾ ആട്ടോ, ഈ ഒരു ഡോറിൻ്റെ അടുക്ക് എന്തെങ്കിലും ഗ്ലാസ് ഡോർ വേണം, അല്ലെങ്കിൽ ഈ ഒരു ക്ലാഡിങ് മാറ്റണം, അതല്ല ഈ ഒരു കാർ ചേഞ്ച് ചെയ്യണം. മീൻസ് നമ്മുടെ ഓപ്ഷൻസ് എങ്ങനെയാണ് അത്, ലൈക്ക് അതെന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചേഞ്ച് വേണ്ടത്, അതെങ്ങനെ ഈ ഒരു ഇമേജിൽ, അതായത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും സീനറി ഒന്നും മാറാതെ തന്നെ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം കിട്ടിയ ഔട്ട് നിങ്ങൾ നോക്കണമെന്നില്ല, ഇതിലും ബെറ്റർ ആയിട്ട് മേ ബി കിട്ടുമായിരിക്കുമല്ലോ. സോ ഞാനിപ്പം
അങ്ങനെ ചെയ്തൊരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പം 1 2 3. അപ്പം അതിലും നല്ലത് ലൈക്ക് നമുക്ക് കണ്ടിന്യൂസ് ഉണ്ട് ഫ്ലോ കളയണ്ടല്ലോ. നമുക്ക് ഇത് തന്നെ ഒന്നുകൂടെ റെൻഡർ ചെയ്തിട്ട്, അതായത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഔട്ട് കിട്ടുന്ന രീതി ചെയ്തിട്ട് അതിൽ എഡിറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞില്ല. മീൻസ് എനിക്ക് ഈ ഒരു ഔട്ട് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കൊടുക്കുന്നത് റെൻഡർ ദിസ് ഇമേജ് ഇൻ ടു ഫോട്ടോറിയലിസ്റ്റിക്. സ്പെല്ലിങ് നോക്കണ്ട, മേ ബി ചിലപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടെ, അതായത് ജാസൺ പ്രോംപ്റ്റ് ഒന്നും എടുക്കാതെ ജസ്റ്റ് നമ്മുടെ സ്ക്രീൻഷോട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുത്തിരിക്കുകയാണ്. I have rendered this 3D image photorealistic. ഇത് നമുക്ക് ChatGPT വെച്ചൊന്ന് റെൻഡർ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ChatGPT ആണ് കുറച്ചുകൂടി ഒരു റെൻഡർ ചെയ്യാൻ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോട്ടോസ് റെൻഡർ ദിസ് ഇമേജ് ഇൻടു ഫോട്ടോറിയലിസ്റ്റിക്. ChatGPT 2 something എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് പുതിയ വേർഷൻ സൂപ്പർ സാധനമാണ്. ലൈക്ക് എനിക്ക് ജെമിനിയെക്കാട്ടിയും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടും ക്രിയേറ്റീവായിട്ടും GPT ആണ് ഫീൽ ചെയ്യാറുള്ളത്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതും GPT തന്നെയാണ്. അപ്പം ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് GPT ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിരിക്കാൻ മനസ്സിലാവും, ഞാനൊരു പ്രോപ്പർ പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് റെൻഡർ ചെയ്തത്. മീൻസ് ആ ഒരു ടൈം നമുക്ക് AI കറക്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പം അത് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു മീൻസ് അത് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രോംപ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കാണാൻ പറ്റുള്ളൂ റെൻഡർ ദിസ് ഇമേജ് ഇൻടു ഫോട്ടോറിയലിസ്റ്റിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മീൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലുക്ക് ലൈക്ക് ദിസ് ഹോം ലൊക്കേറ്റഡ്, സ്പെല്ലിങ് നോക്കണ്ട കേട്ടോ, ലുക്ക് ലൈക്ക് ലൊക്കേറ്റഡ് ഇൻ കേരള എന്ന് കൊടുത്തു. മീൻസ് ഇത് ആക്ച്വലി എനിക്ക് ഓക്കെ ആണ്, ഒരു സിമ്പിളായിട്ട് ഓക്കെ ഇമേജ് തന്നെയാണ് ഇത്. എനിക്ക് അങ്ങനെ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഞാനത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എഡിറ്റിംഗ് ഞാൻ ChatGPT നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ അഡ്വാൻസ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സ്പെല്ലിങ് പോലും കറക്റ്റ് അല്ല, പക്ഷെ ഇത് തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പറഞ്ഞല്ലോ, മുമ്പത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോംപ്റ്റും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല സത്യം പറഞ്ഞു. പിന്നെ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം 3 ഇമേജ് എങ്ങാനാണെന്ന് തോന്നുന്നു ജനറേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് മൂന്ന് മെയിൽ ID ഉണ്ട്. അപ്പം ആവശ്യത്തിന് അറിയാലോ, ലോഗിൻ ചെയ്യും, യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഗൂഗിളിൽ പോയാൽ ടെമ്പററി ആയിട്ട് മെയിൽ ID കാര്യങ്ങളും കിട്ടും. ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ChatGPT ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രീ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പം ലിമിറ്റ് തീർന്നു, നിങ്ങൾക്ക് ഒരു മെയിൽ ID ഉള്ളൂ, പോട്ടെ 2 3 മെയിൽ ID ഉണ്ട്, പക്ഷെ 3 മെയിൽ IDയിലും നിങ്ങളെ ഒരു ക്രെഡിറ്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ടെമ്പററി മെയിൽ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ടെമ്പ് മെയിൽ നിന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ടെമ്പ് മെയിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പം ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് ഓപ്പൺ പോയാൽ ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ലോഡ് യുവർ ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് വരും. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, നേരെ ChatGPTയിലേക്ക് പോവുക, അവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക, ഇത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പോൾ റിഫ്രഷ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ മെയിലും കാര്യങ്ങളൊക്കെ വരും. അപ്പം റിഫ്രഷ് അടിച്ചാൽ മെയിൽ ID റിഫ്രഷ് ആവാന്ന് കേട്ടോ ചെയ്യുക, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ അത് യൂസ് ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് എവിടെയൊക്കെ മെയിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ച് GPTയിലേക്ക് വന്നു. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും, അത്രത്തോളം ഉണ്ട് എന്ന്. പെരുത്ത് ഇഷ്ടമായിരിക്കണം ഈ ഇമേജ്.
ജസ്റ്റ് ആദ്യത്തെ ഇമേജ് ഇതായിരുന്നു. സോ അതിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഇത് കേരളത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ലുക്ക് ലൈക്കും കേരള, ആഡ് ഗ്രീനറി. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഫാർ 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 ബെറ്റർ. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചാറ്റ് ജിപിടി തന്നെ ട്രൈ ചെയ്യാൻ തോന്നുന്നു അല്ലേ. ന്യൂ ചാറ്റ് എടുക്കുന്നു. എനിക്ക് ഇത് ഞാൻ ചാറ്റ് ജിപിടി ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ വരുവാണ്. Give detailed JSON prompt about this image. Give detailed JSON prompt about this image. ഈ JSON prompt എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അത് മീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് കോഡും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിനുള്ള ഓരോ സാധനങ്ങളും, ഈ കാറ്, ഈ മരം, ഈ ഒരു സീനറി കാര്യങ്ങൾ, മീൻസ് ഈ ഇമേജിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തം ഒരു കമ്പ്യൂട്ടർ കോഡായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. സിനിമകൾ കാണാൻ പറ്റും. യു ആർ ഔട്ട് ഓഫ് അപ്ലോഡ്, നിങ്ങൾക്ക് പുതിയ സാധനങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അൾട്രാ റിയലിസ്റ്റിക് ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ്റെ ടൈപ്പ്, മോഡേൺ കാര്യങ്ങൾ, വെതർ, ക്ലിയർ സ്കൈ വിത്ത് വാം സൺലൈറ്റ്, മൂഡ്, പിന്നെ ക്യാമറയുടെ ആംഗിൾ, ഹൈറ്റ്, ലെൻസ് ഉണ്ട്. അതായത് ഈ ഫോട്ടോ എന്താണോ അതാണ് ഈ ഒരു സാധനം. പിന്നെ ആർക്കിടെക്ചർ, ബിൽഡിംഗ് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഫോം, ക്ലീൻ റിവർ വോളിയംസ്, ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഇൻറ്റീരിയർ ലൈറ്റിങ്, സംതിങ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് ആ ഒരു പ്രോംപ്റ്റ്. അപ്പം നമ്മുടെ ക്ലയൻറ്റ് പറയുകയാണ് ഈ കാർ ഇവിടെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കാർ ഇതല്ല, എനിക്ക് എൻ്റെ കാർ തന്നെ ഇവിടെ കാണണം. അപ്പം എന്താ ചെയ്യുക? അവിടെയാണ് നമുക്ക് ഈ ഒരു JSON പ്രോംപ്റ്റ് യൂസ്ഫുൾ ആകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, ഇതൊന്ന് കോപ്പി ചെയ്യുകയാണ് ഈ ഒരു കോഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളത് കോപ്പി ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ലോഗ് ഔട്ട് ചെയ്തു. ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ഫ്രീ മെത്തേഡ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ടെമ്പ് മെയിലിലേക്ക് വന്നു. നമ്മൾ ഈ ഒരു ഇത് കോപ്പി ചെയ്യുകയാണ്. ചാറ്റ് ജിപിടിയിലേക്ക് വന്നു. ഇവിടെ ലോഗിൻ കൊടുക്കുന്നു, കണ്ടിന്യൂ വിത്ത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു, Ctrl+V കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു കോഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരെ ടെമ്പ് മെയിലിൽ വരികയാണെങ്കിൽ ഇതാണ് ചാറ്റ് ജിപിടി യുവർ ടെമ്പററി വെരിഫിക്കേഷൻ കോഡ്. ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, നേരെ ജിപിടിയിലേക്ക് വരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. സിമ്പിൾ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. ഏജ് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഫിനിഷ് ക്രിയേറ്റിംഗ് അക്കൗണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ക്രെഡിറ്റ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ടെമ്പ് മെയിൽ വർക്കാവുന്നില്ലെങ്കിൽ ടെമ്പ് ജിമെയിൽ എന്ന് പറഞ്ഞിട്ടോട് സെർച്ച് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. അപ്പം അങ്ങനെയും സെറ്റാക്കാൻ പറ്റും. എന്താ ക്രിയേറ്റ് ആകാത്ത? ഓക്കെ, അത് ലോഗിൻ ആയിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് വർക്കാവുന്നില്ല എന്ന് ഞാൻ കരുതിപ്പോയി. അപ്പോൾ പ്രശ്നമില്ല. അപ്പം ആഡ് ഫോട്ടോസ് കൊടുത്തു. ഈ ഒരു ഇതാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യണം. അപ്പം എഡിറ്റ് ദിസ് ഇമേജ് ടു ഫോളോയിങ് JSON കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ Ctrl+V കൊടുക്കുന്നു. ഓ ഷിറ്റ്, പണി കിട്ടി ഗായ്സ്, പണി കിട്ടി. ഞാനിപ്പോൾ വരാം. അപ്പം ഇതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ എവിടെയാണെന്ന് നോക്കി കൊടുക്കുക. അതായത് സീസൺ, ഞാനിപ്പോൾ ഇവിടെ റെയിനി എന്ന് കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെയിനി നൈറ്റ് എന്ന് കൊടുത്തു. പിന്നെ സ്റ്റൈല് ക്വാളിറ്റി 8K അത് നിന്നോട്ടെ, ലക്ഷറി ഹൗസ് അത് നിന്നോട്ടെ, കാമ് മൂഡ് അത് നിന്നോട്ടെ, സ്ട്രെയിറ്റ് ഫ്രണ്ടൽ എലവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണോ? വേണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ലെൻസ് ആണെങ്കിൽ അത് നിന്നോട്ടെ. അത് നമുക്ക് മീൻസ് നമുക്ക് എന്താണ് മാറ്റം വേണ്ടത്?
അങ്ങനെ കൊടുത്താൽ മതി. റെൻഡർ എഞ്ചിൻ അത് നോട്ടെ, ബിൽഡിംഗ് ടൈപ്പ്, ഡിസൈൻ ലാംഗ്വേജ്, റൂഫ് സ്റ്റൈല്. ഓക്കെ, റൂഫ് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്കത് സ്ലോപ്പാക്കി നോക്കണോ? നമുക്ക് ജസ്റ്റ് കൊടുത്താൽ സ്ലോപ്പ് റൂഫ് വിത്ത് ലെയേർഡ് ബോക്സ് ജിയോമെട്രി. ആ ജിയോമെട്രി എന്നുള്ളത് നമുക്ക് ഡിലീറ്റ് ആക്കി നോക്കാം. സ്ട്രക്ചർ പ്രൈമറി ഫോം, ബാൽക്കണി, ഫസ്റ്റ് ഓപ്പൺ ബാൽക്കണി വിത്ത് പരഗോള. അവിടെ തന്നെ ആഡ് പേഴ്സൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബാൽക്കണിയിൽ ഒരു ആളെ വേണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ഇത് നമ്മളെ പിക്ചറിൻ്റെ എന്താണത്, അത് വാം ഓഫ് വൈറ്റ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഗ്രേ നാച്ചുറൽ ഗ്രേ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് എന്ന് കൊടുക്കാം. മീൻസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എഡിറ്റ് അങ്ങനെ ചെയ്യാമെന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് മാർബിൾ ക്ലാഡിങ് അതായത് ഈ ഒരു സംഭവം വൈറ്റ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റ് കൊടുക്കാം. സിമെൻറ്റ് ക്ലാഡിങ് വിത്ത് ഗ്രേ വെയിൻസ് കൊടുക്കാം. സീലിംഗ് അങ്ങനെ തന്നെ നിന്നോട്ടെ. വിൻഡോസ് ലാർജ് തേക്ക് പുട്ട് ഇത് ഓക്കെ, അത് നിന്നോട്ടെ. പിന്നെ സീലിംഗ്, വിൻഡോസ്, റെയിലിംഗ്, ഫ്ലോറിങ്, ഡ്രൈവ് വേ, ഇൻറ്റീരിയർ ഓക്കെ. പിന്നെ വാം ഇൻറ്റീരിയർ ലൈറ്റ് ലൈക്ക് അത് കൊടുത്തു. കാറിൻ്റെ ഇത് വന്നിട്ടില്ലേ, എൻമൗണ്ട് കോക്കനട്ട് ഇട്ട് ഗാർഡൻ ലൈറ്റിങ് സൺലൈറ്റ് യെസ് വെഹിക്കിൾ. നമുക്ക് ഈ ഒരു പിക്ചറിൽ വെഹിക്കിൾ കാണാം. അത് അവിടെ നമ്മൾ ബ്ലാക്ക് ലക്ഷറീസ് ഇടാന്ന് പകരം ഒരു റെഡ് എന്നോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് കാറെന്നോ, മീൻസ് എന്താ വേണ്ടത്, നമുക്ക് വേണമെങ്കിൽ SUV എന്ന് കൊടുക്കാം. സെഡാനോ വരെ SUV എന്ന് കൊടുക്കാം. ഞാൻ കറക്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മീൻസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ കൊടുക്കാൻ പറ്റും. പ്ലേസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫ് സിറ്റ് ഔട്ട് എന്ന് കൊടുക്കാം. മീൻസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് അത് കൊടുക്കുന്നു. നമുക്ക് വേണ്ട ഇമേജിൽ എഡിറ്റ്, എവിടേക്കാണോ എഡിറ്റ് വേണ്ടത് അത് ഫോളോ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക, സൂക്ഷിച്ച് ടൈപ്പ് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കാം. അപ്പം ഇത് ഞാൻ GPT ആണ് കേട്ടോ ചെയ്യുന്നത്. മേ ബി ബനാനയിലും ചെയ്യാം, ജെമിനിയിലും ചെയ്യാം, ഗൂഗിൾ AI സ്റ്റുഡിയോ വെച്ച് ചെയ്യാം, ഒക്കെ സെയിം തന്നെ. പക്ഷെ എനിക്ക് പേഴ്സണലി GPT ആണ് ഇപ്പം കറൻ്റ് ഇഷ്ടം. സോ ഇതിലും നല്ലൊരു അപ്ഡേറ്റ് ഇപ്പം ജെമിനി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ജെമിനിയിലേക്ക് മാറും. പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം ജെമിനിയുടെ പ്രോ വേർഷൻ ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആണ്. ജിയോയുടെ 399 റീചാർജ് അപ്പറാണ്. അപ്പം ആരെങ്കിലും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, വർത്തായിരിക്കും. പ്രോ നമുക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഇപ്പം ഞാനിപ്പോൾ നൈറ്റ് കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ബാൽക്കണിയിൽ ഒരു കൊച്ചു വന്ന് നിന്നിട്ടുണ്ട്. ഒരു കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. SUV വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കളർ ടോൺ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്നുകിൽ നമുക്ക് ഇത് തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ട, നമുക്ക് ഫോട്ടോസ് തന്നെ ചെയ്യാം. അപ്പം കൊടുക്കേണ്ടത് എഡിറ്റ് ദിസ് ഇമേജ് ടു ഫോളോയിങ് ജേസൺ. അപ്പോൾ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോഡേൺ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നത് ക്ലിയർ, ഗോൾഡൻ ടൈം, സീസണും മാറ്റിയിട്ടുണ്ടായിരുന്നു. സീസൺ റെയിനി നൈറ്റ് എന്നുള്ളത് ഞാനിവിടെ സംബന്ധമായിട്ടുണ്ട്. അതിൽ കാര്യങ്ങൾ ചേഞ്ച് നോക്കുന്നില്ല. പിന്നെ ഞാൻ ചേഞ്ച് ആക്കാൻ പോകുന്നത് സ്ലോ പ്രൂഫ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റുന്നില്ല. നമുക്കിവിടെ SUV മാറ്റാം. കളർ പാലറ്റ്, കാർട്ടോ, മെട്രോ സെറ്റിംഗ്, ഈ കോഡ്, ലൈറ്റിംഗ്, അറൗണ്ട് എവിടെ സാധനം, ഇവിടെ മെറ്റീരിയൽ, എൻട്രൻസ്, കണ്ണൊന്നും പിടിക്കാതായോ ദൈവമേ. ക്യാമറ, ആർക്കിടെക്ചർ, മെറ്റീരിയൽ, വിൻഡോസ്, റെയിലിംഗ്, മെയിൻ വെഹിക്കിൾ, ഡീറ്റെയിൽ, ഹിറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്, കോക്കനട്ട് ട്രീ, ഗാർഡൻ പ്ലാന്റ്, ബൗണ്ടറി, ഗ്രൗണ്ട് എലമെന്റ്, ലൈറ്റിംഗ്, ഷാഡോ, ഇന്റീരിയർ, വെഹിക്കിൾ. അപ്പോൾ ഞാനിവിടെ ഈ വെഹിക്കിൾ ബ്ലാക്ക് ലക്ഷറി സെഡാന് പകരം ഒരു EV SUV മഹീന്ദ്ര EV എന്ന് കൊടുക്കാം കേട്ടോ. മഹീന്ദ്ര EV ജസ്റ്റ് അങ്ങനെ കൊടുത്തു. എന്തായാലും വരട്ടെ, കുഴപ്പമില്ല.
ജസ്റ്റ് ഒന്നും കൂടെ കൊടുത്തു. ആക്ച്വലി എനിക്കിത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കംപ്ലീറ്റ് പിക്ചറിനെ ജസ്റ്റ് മാറ്റി തന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. മീൻസ് ഞാൻ ആ ഒരു റൂഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചുണ്ട് കേട്ടോ, കൊച്ചിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആളുകളൊന്നും വന്നിട്ടില്ല, XUV കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കണ്ടല്ലോ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന്, രണ്ട്, മൂന്ന്, ഒരു ഇമേജിന്റെ 3 വേർഷൻസ് വിത്തൗട്ട് എഫേർട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ജേസൺ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ ആപ്റ്റാവെന്ന് വെച്ചാൽ, നമുക്ക് റിയൽ സൈറ്റിൽ നമ്മുടെ 3D മോഡലിനെ കൊണ്ടുവെക്കാൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ അറിയിക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.